ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസത്തെക്കുറിച്ച് തർക്കമാണ് നമ്മളിവിടെ വായിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ പലതരം തർക്കങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അധികാരത്തെക്കുറിച്ചുള്ള തർക്കമുണ്ട്. എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന തർക്കം. അതുപോലെ തന്നെ ഈ അധികാരത്തെക്കുറിച്ച് ശിഷ്യന്മാർക്കിടയിലുള്ള തർക്കത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സാപത്തിനെ കുറിച്ച് തർക്കം വരുന്നുണ്ട്. പിന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊരു തർക്കം വരുന്നുണ്ട്. മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കും അറിയുന്നതിന് വേണ്ടിയുള്ള തർക്കം. പിന്നെ പലതരം തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇവിടെയും ഒരു തർക്കം വരിക ഉപവാസത്തെ കുറിച്ചുള്ള തർക്കമാണ്. ചില ആളുകൾ അതിങ്ങനെ ചോദിക്കുകയാണ്, ഫരിസേയരും യോഹന്നാന്റെ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യൻ എന്താ ഉപവസിക്കാത്തത്? അപ്പൊ ഇവിടെ ഈ ഉപവാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് തോന്നി സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിങ്ങനെ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാനുള്ളതല്ല. ഇവിടെ ഇവരോട് ഇത് പറയുമ്പോൾ ഇവർക്കെന്താ ഇതൊന്നും ബാധകമല്ലേ എന്നൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇവർക്കെന്താ ഇതൊന്നും ബാധകമല്ലേ, ഇവരെന്താ ഉപവസിക്കാത്തത് എന്ന ഒരു ചോദ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സന്തോഷവും അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ആത്മീയതയും ഒക്കെ കണ്ടിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യമായിട്ട് വേണം നമ്മളിത് മനസ്സിലാക്കാനായിട്ട്. അവർക്ക് എന്തായാലും ബാധകമല്ലേ? സ്നാപകന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ടല്ലോ, ഫരിസേയർ ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കാത്തത് എന്താ? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് കമ്പാരിസണാണ്, താരതമ്യം. വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അയാൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന രീതി സത്യത്തിൽ അത് തെറ്റാണ്. അത് എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലും എല്ലാ ജീവിത സാഹചര്യത്തിലും തെറ്റാണ്. ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇയാളെന്താ ഇങ്ങനെ? നമ്മള് സാധാരണഗതിയിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഈ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങൾ, ഒരു വീട്ടിൽ 2 പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്, ഒത്തിരി വളർന്ന പിള്ളേരുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പറയുക, ഒരു മുതിർന്ന കുട്ടി പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്, ഇവരെന്താ സ്കൂളിൽ പോകാത്തത്? ഇളയ കുട്ടിയെ കുറിച്ച് ചോദിക്കുക. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്, ഇവരെന്താ സ്കൂളിൽ പോകാത്തത്? യഥാർത്ഥത്തിൽ ഈ ഇളയ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ ഇളയ കുട്ടി വേറെന്തെങ്കിലും രോഗം കൊണ്ട് പോകാതിരിക്കാതിരിക്കാം, പല കാരണങ്ങൾ കാണും. അപ്പൊ അതാണ് എൻ്റെ പോകാത്തതിന്റെ കാരണം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്, ഇവരെന്താ പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ പോകാതിരിക്കുന്ന ആളോടുള്ള സ്നേഹമല്ല അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കുള്ള മടുപ്പ്, എനിക്കും പോകാൻ താല്പര്യമില്ല, ഇവനെപ്പോലും ഇവിടെ ഇരിക്കണമെന്ന ആഗ്രഹം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പിടികിട്ടും. അതായത് ഞങ്ങൾക്ക് ഉപവസിക്കണം താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ നിയമം ഉള്ളതുകൊണ്ട് ഇത് ഉപവസിക്കുക, ഇവന്മാരാണെങ്കിൽ ഉപവസിക്കുന്നുമില്ല എന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യം, തർക്കം കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. കമ്പാരിസൺ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ മേക്സ് കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇങ്ങനെ താരതമ്യം ചെയ്യുക എന്നത് തെറ്റാണ്. നമ്മളിത് കൃത്യമായിട്ട് ഈശോ പിന്നീട് ഒരു കഥ പറയുമ്പോൾ ഉണ്ട്. ധൂർത്തുപുത്രന്റെ കഥ പറയുമ്പോഴത്തേക്ക് മൂത്ത മകൻ വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇളയ മകനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് കുറെ കാര്യം. ഞാൻ നിനക്ക് വേണ്ടി അതും ഇതുമൊക്കെ ചെയ്തിട്ടില്ലേ, എന്നിട്ട് എനിക്കൊരു ആട്ടിക്കുട്ടി പോലും തന്നിട്ടില്ലല്ലോ, അവന് വേണ്ടി പോലത്തെ കാളക്കുട്ടിയെ കൊന്നില്ലേ? കമ്പാരിസണാ. ഞാൻ ഇത്രയും നാൾ നിനക്ക് വേണ്ടി ദാസി വരെ ചെയ്യുകയായിരുന്നില്ലേ, അവൻ നിന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ചില്ലേ? കമ്പാരിസൺ. അപ്പൊ ഇങ്ങനെ താരതമ്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ തന്നെ അയാൾ നശിപ്പിച്ചു കളഞ്ഞു, അതിന്റെ മൂല്യം കെടുത്തി കളഞ്ഞു. അതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ കമ്പാരിസൺ എന്ന് പറയുന്നൊരു കാര്യം, അത് കോമ്പറ്റീഷനാണ്, അത് ബന്ധങ്ങൾക്കിടയിൽ കൺഫ്യൂഷനാകും മാറുന്നു. കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ മേക്സ് കൺഫ്യൂഷൻ. ഇത് ഈ രണ്ടാമത്തെ കാര്യം പറയുന്നതാണ് മാത്സര്യം, കോമ്പറ്റീഷൻ. ആരാണ് വരുന്നത് ഒരു തർക്കം, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നതാണ് ശരിയെന്നുള്ള തർക്കം. ഇതാണ് രണ്ടാമത്തെ കാര്യം. നമുക്കതിന് ഒന്നാമത്തെ വായനയിൽ 1 സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്,
മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. വാക്യമാണ് മാത്സര്യം. ഇപ്പം മന്ത്രവാദം പോലെ പാപമാണ്. ഇപ്പൊ മന്ത്രവാദം അല്ലെങ്കിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ എക്സ്ട്രീം വേഴ്സ്റ്റ് ആയിട്ടുള്ള പാപങ്ങളാണ്, ഏറ്റവും മോശപ്പെട്ട പാപങ്ങള്. ആ പാപങ്ങൾക്ക് സമമാണ് മാത്സര്യം. മത്സരിക്കുക എന്ന് പറയുന്നത്, ഒരു ഇടവക മറ്റൊരു ഇടവകയുമായിട്ട് മത്സരിക്കുക, ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനോട് മത്സരിക്കുക, ഒരു അൽമായൻ മറ്റൊരു അൽമായനോട് മത്സരിക്കുക, ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാനാണ് വലിയ പ്രാർത്ഥനക്കാരനെന്ന് കാണിക്കാൻ വേണ്ടി മത്സരിക്കുക, ഞാനാണ് ശ്രേഷ്ഠനായ ക്രിസ്ത്യാനി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മത്സരം. ആരോഗ്യപരമല്ലാത്ത എല്ലാ തരം മത്സരങ്ങളും മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയുമാണെന്ന് നമ്മൾ പഴയ നിയമത്തിൽ ഇന്നത്തെ 1-ാം വായനയിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷൻ, കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ, ഇത് രണ്ടും തിന്മയാണ്, വലിയ തിന്മ. വലിയ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് വലിയ തിന്മ എന്ന രീതിയിലാണ് 1-ാം വായന അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട അവസ്ഥ. ഈശോ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതൊരു സിസ്റ്റമാണ്, അതൊരു പഴയൊരു സിസ്റ്റമാണ് ആ ഉപവാസത്തിന്റെ രീതി എന്ന് പറയുന്നത്. ഈ പുതിയ ഒരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും രണ്ടാ. പഴയ തോൽക്കുടങ്ങളിലേക്ക് പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കണ്ട, അത് കീറിപ്പോവും. പഴയ വസ്ത്രത്തിലേക്ക് പുതിയ തുണി തുന്നിച്ചേർക്കണ്ട, അത് കീറിപ്പോവും. അങ്ങനെ ഈശോന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങളായത് പുതിയതായി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പൗലോസ്ലിയ വളരെ ഭംഗിയായിട്ട് പറയുന്നത് 2 കൊരിന്തോസ് 5-ാം 17-ാം പൗലോസ്ലിയ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു ചേർന്നു. പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു ചേർന്നു. ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ് ഒരു പുതിയ വസ്ത്രമായി അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ക്ഷണമാണ്. പഴയ കാര്യങ്ങളുടെ രീതികളൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാനൊരു കാര്യമുണ്ട്. നമുക്ക് മുൻപേ അനേകര് നമുക്ക് വേണ്ടി ആത്മീയതയുടെ പാഠങ്ങൾ കാട്ടി തന്നിട്ടുണ്ട്, നല്ല മോഡലുകളാണ്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടേതായ ഒരു വേ ഓഫ് സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയതയുടെ മാർഗം നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം മോശമെന്നല്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ടെന്നല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായൊരു ആത്മീയതയുടെ രീതികൾ, പ്രാർത്ഥനാ രീതി, സഭ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങളിൽ കുറച്ചും കൂടി ആത്മീയമായിട്ട് നമ്മൾ തന്നെ ചില എക്സ്പീരിയൻസും അല്ലെങ്കിൽ ചില റിസർച്ച് നടത്തിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ഈശോയെ നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ജീവിക്കാതിരിക്കുക, മറ്റൊരാളുടെ കോമ്പീറ്റ് ചെയ്തിട്ട് മത്സരിച്ചിട്ട് ജീവിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ആയിട്ടുള്ളൊരു പാറ്റേൺ മുമ്പോട്ട് പോകുക. കാരണം മറ്റേത് രണ്ടും നമുക്ക് ഇതിനകത്ത് മടുപ്പുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. എൻ്റെ കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഈ സുവിശേഷ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആരോഗ്യപരമല്ലാത്ത മത്സരങ്ങളിലും താരതമ്യങ്ങളിലും നിന്നും ഒഴിഞ്ഞു മാറി നമ്മുടേതായ പുതിയ രീതിയിൽ ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കുവാനുള്ള ശ്രമമാണ് ആത്മീയത എന്ന ബോധ്യത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.